ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തല്ലോ, അവനെങ്കലേക്കു ചാഞ്ഞു വന്നല്ലോ. ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തല്ലോ, അവനെങ്കലേക്കു ചാഞ്ഞു വന്നല്ലോ. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം സങ്കീർത്തനങ്ങൾ 130 7-ാമത്തെ വാക്യവും 8-ാമത്തെ വാക്യവുമാണ്. ഇസ്രായേലേ, യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. യഹോവയ്ക്ക് കൃപയും അവന്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പും ഉണ്ട്. അവൻ ഇസ്രായേലിനെ അവന്റെ അകൃത്യങ്ങളിൽ നിന്നൊക്കെയും വീണ്ടെടുക്കും. ഈ വചനം എനിക്ക് പങ്കുവെക്കുവാൻ കർത്താവ് തോന്നിപ്പിച്ചത് ഒരു സെന്റൻസാണ്. ധാരാളം വീണ്ടെടുപ്പുകളുള്ള ഒരു ദൈവം. ഒരു വിഷയത്തിൽ നിന്ന് നമ്മെ പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന് ഒരു വഴിയല്ല, ദൈവത്തിന് 1000 വഴികളുണ്ട്. ധാരാളം വീണ്ടെടുപ്പുകളുള്ള ദൈവം. ഒന്നിൽ നീ പരാജയപ്പെട്ടെങ്കിൽ അടുത്ത ഒന്നിലൂടെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. 130-ാം സങ്കീർത്തനത്തിന്റെ പ്രാരംഭവാക്യത്തിൽ പറയുന്നു, ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുകയാണ്. എവിടെയോ അഗാധ ഗർത്തങ്ങളിൽ തകർന്നുപോയ, ഉടഞ്ഞുപോയ ഒരു മനുഷ്യൻ, ആ തകർന്ന് കിടക്കുന്ന ഇടത്തു നിന്നവൻ നിലവിളിക്കുക. അവന് മനസ്സിലായി, ഒരു മനുഷ്യന് തന്നെ വിടുവിക്കാൻ കഴിയത്തില്ല. ഒരു വ്യക്തിക്കും ഒരു സാഹചര്യത്തിനും വിടുവിക്കാൻ കഴിയാത്ത ചില സാഹചര്യത്തിലാണ് നീ ഇന്നായിരിക്കുന്നത്. നിന്നെ വിടുവിക്കാൻ ഒരു മനുഷ്യനോ ഒരു സാധ്യതയും ഇല്ലാതിരിക്കുമ്പോൾ ദൈവത്തിങ്കിലേക്ക് ശബ്ദമുയർത്തുന്ന പ്രിയപ്പെട്ടവരെ, ഇവിടെ നിനക്ക് വിടുതലുണ്ട്. പരൽ സഹായിക്കുമെന്ന് പറഞ്ഞ്, പരലിൽ നിന്ന് വിടുതൽ ലഭിക്കുമെന്ന് പറഞ്ഞ് നീ അലഞ്ഞതായിരിക്കും. ആ രക്തസ്രാവമുള്ള സ്ത്രീ എത്ര ഇടത്തു പോയി, ധാരാളം പണം ചെലവഴിച്ചു, ഏറിയ വൈദ്യന്മാരെ കണ്ടു, സൗഖ്യമായില്ല. പക്ഷെ അവൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഞാൻ ഒരുവന്റെ പുറകെ പോവാം, ഞാൻ ചെല്ലും, ഞാൻ തൊടും, ഞാൻ സൗഖ്യമാവും. ഉറച്ച അവൾ ഇറങ്ങിയേക്കുന്നേ. പുറത്തിറങ്ങാൻ പറ്റത്തില്ല രക്തസ്രാവമുള്ള ഒരാൾക്ക്, പക്ഷെ ഞാൻ ചെല്ലും. ജനക്കൂട്ടങ്ങൾ നിറഞ്ഞാ നിൽക്കുന്നേ, പക്ഷെ അതിൻ്റെ ഇടയിൽ ഞാൻ ചെല്ലുന്ന അവനെ തൊടും. തൊടുക മാത്രമല്ല, ഞാൻ സൗഖ്യമാവും. യേശുവിനെ കണ്ണുമടച്ച് വിശ്വസിച്ച് പ്രതികൂല സാഹചര്യങ്ങളെ വകവെക്കാതെ മുൻപോട്ട് പോകാൻ നീ ഒരു തീരുമാനമെടുത്താൽ നിന്റെ മുമ്പിൽ പ്രതികൂലങ്ങളെല്ലാം വഴിമാറി നീ ജയത്തിലേക്ക് എത്തും. ആഴത്തിൽ കിടന്ന് നിലവിളിക്കുന്ന ഒരു മനുഷ്യൻ, അവന്റെ ജീവിതത്തിനകത്ത് ദൈവം ചെയ്യാൻ പോകുന്ന കാര്യമാണ് നമ്മൾ കണ്ടത്. അതിനകത്ത് വീണ്ടും ഒരു വാക്ക് എന്നെ സന്തോഷിപ്പിച്ചു. ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു. ഉഷസ്സിനായി കാത്തിരിക്കുന്നതിനേക്കാൾ ഞാൻ യഹോവയെ കാത്തിരിക്കുന്നു. എൻ്റെ ലൈഫിൽ ഞാൻ ഇന്ന് കാത്തിരിക്കുന്നത് വേറെ ഒന്നിനുമല്ല. കർത്താവേ, നിന്റെ
എൻ്റെ ഒരു പ്രവൃത്തിക്ക് വേണ്ടിയാണ്. അവർ സഹായിക്കും, ഇവർ സഹായിക്കും, ഇന്നയിടത്തുനിന്ന് വരും. നോ, ഞാൻ കർത്താവിൽ നിന്ന് ചിലത് പ്രതീക്ഷിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യരിലേക്കല്ല, മനുഷ്യൻ്റെ കയ്യിലേക്കല്ല, ദൈവത്തിങ്കിലേക്ക് പ്രതീക്ഷിച്ചോ. നീ ചിന്തിക്കുന്ന ഒരു റൂട്ടിലൂടെ അല്ല നിന്റെ വിഷയം പരിഹരിക്കാൻ പോകുന്നത്. നീ കണ്ടതോ, നീ പ്രതീക്ഷിച്ചതോ, നീ ആഗ്രഹിച്ചതോ ഒരു സ്ഥലത്തു നിന്നുമല്ല നിനക്ക് വിടുതൽ വരുന്നത്. നീ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ചിലയിടത്ത് നിന്ന് ദൈവം നിനക്കൊരു വഴി തുറക്കും. നീ പ്രതീക്ഷിക്കാത്ത ചിലർ നിന്നെ വിളിച്ച് നിന്നെ സഹായിക്കും. ഇതൊരു ദൈവശബ്ദമാണ്. അവിടെ പറയാണ്, ഇസ്രായേലേ പ്രത്യാശ വെച്ചുകൊള്ളുക, യഹോവ കൃപയും അവന്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുണ്ട്. കൃപയുള്ളവനാണ്, ധാരാളം വീണ്ടെടുപ്പുണ്ട്. അടുത്തൊരു വാക്ക്, നീ ആഴത്തിൽ കിടക്കുന്നത് ചില അകൃത്യത്തിനല്ലേ, നിന്നെ അകൃത്യത്തിൽ നിന്നവൻ വീണ്ടെടുക്കും. ചില കുറവുകളിൽ നിന്നും, ചില ജീവിതത്തിൽ വന്ന പാളിച്ചകളിൽ നിന്നും, ജീവിതത്തിൽ വന്ന ചില വീഴ്ചകളിൽ നിന്നും നിങ്ങളെ ദൈവം പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എന്ന് കർത്താവ് ഇന്ന് ഈ ദിവസം നിങ്ങളോട് പറയുന്നു. യെസ്, ധാരാളം വീണ്ടെടുപ്പുണ്ട്. ഏതോ ചില വഴികൾ പ്രതീക്ഷിച്ചു, ആ വഴികൾ അടഞ്ഞു, എല്ലാം തീർന്നു പറഞ്ഞിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി വേറെ ഒരു വഴി ദൈവം തുറക്കുകയാണ്. ആസിയിലേക്ക് പോകാൻ ഒരുക്കപ്പെട്ടവന് ആസി അടഞ്ഞപ്പോൾ ഒരു മക്കതോന്യ വഴി തുറന്നതുപോലെ എവിടേക്കോ നീ പോകാൻ ഒരുക്കപ്പെട്ടു, പക്ഷേ ദൈവം പുതിയൊന്ന് നിനക്ക് തുറക്കാൻ പോവാണ്. അത് ഭയങ്കര അത്ഭുതമായിരിക്കും. പക്ഷേ നീ എത്തുവാൻ ഇന്ന് ആഗ്രഹിച്ചെടുത്ത് നാളെ ഒരു അത്ഭുത വിഷയമായി നീ എത്തുകയും ചെയ്യും. യെസ്, നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് രാവിലെ ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിന് നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങനെ പ്രത്യാശ വയ്ക്കുന്നു. കർത്താവെ, ചില ആഴികളിൽ നിന്ന് ആഴത്തിൽ കിടക്കുന്ന കർത്താവെ, പ്രശ്നങ്ങളിൽ നിന്ന് ഞങ്ങളെ പുറത്തെടുക്കുന്ന ദൈവത്തിന് നന്ദി പറയും. ഇനി വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയിലും കർത്താവെ ദൈവപ്രവൃത്തി സംഭവിക്കട്ടെ. യേശു ആഴങ്ങളിൽ നിന്ന് അങ്ങ് അവരെ വീണ്ടെടുത്ത് അവരെ ഉറപ്പുള്ള പാറയമേൽ അങ്ങ് നിർത്തുവാൻ പോകുന്നതിന് നന്ദി പറയുന്നു കർത്താവെ. ധാരാളം വഴികളെ അങ്ങ് ഒരുക്കിയിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഞങ്ങളുടെ അകൃത്യങ്ങളിൽ നിന്ന് ഞങ്ങളെ പുറത്തെടുക്കുന്നതിന് നന്ദി പറയുന്നു കർത്താവെ. കർത്താവ്, ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയിലും ഓരോ കുടുംബത്തിലും ദൈവത്തിൻ്റെ വഴികളെ തുറന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രശ്നങ്ങളെല്ലാം മാറട്ടെ, പ്രതിസന്ധികൾ മാറട്ടെ കർത്താവെ. യേശുവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഞങ്ങൾ നിങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടിയും ആരോഗ്യത്തിന് വേണ്ടിയും ഒരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഇപ്പോൾ ഈ പ്രാർത്ഥനയുടെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാക്കുന്നവരുടെ രോഗമുള്ള ഭാഗത്ത് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ സൗഖ്യത്തെ വെച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ മുതൽ അവർ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുക. കിടക്കിൽ നിന്ന് എഴുന്നേൽക്കുക. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുക. ശരീരത്തിലുള്ള ആ രോഗം പുറത്തു പോകട്ടെ. ആ മുഴകൾ അപ്രത്യക്ഷമാകട്ടെ. ആ ഡോക്ടറിൻ്റെ അമേൻ പറഞ്ഞ ആ ഓപ്പറേഷനുകൾ യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസലാകട്ടെ. ഇപ്പോൾ സൗഖ്യമുണ്ടാകട്ടെ, ആരോഗ്യമുണ്ടാകട്ടെ, കടക്കെണികൾ മാറട്ടെ. കർത്താവെ, കുടുംബ പ്രശ്നങ്ങൾ മാറട്ടെ. ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഈ കുടുംബത്തിന് മേൽ ഒരു അഭിഷേകത്തെയും ഒരു വിടുതലിനെയും ഒരു അനുഗ്രഹത്തെയും പകരുന്നു. ഇവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവിൻ്റെ അനുഗ്രഹം കൂടെയുണ്ട്.